ഹൈ സ്പീഡിൽ ലൗഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മൈൻഡിനെ പെട്ടെന്ന് സൈലൻ്റ് ആക്കാൻ പറ്റും. ലൈക്ക് ദാറ്റ്. അങ്ങനെ തന്നെയല്ലേ? ലെറ്റ് മീ ടെൽ യു സ്റ്റോറി. ഇക്കഴിഞ്ഞ 7-ാം തീയതി വൈകുന്നേരം 5 മണി ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഏകദേശം കരമന എത്താറായപ്പോൾ ട്രാഫിക്കിൻ്റെ വേഗത മെല്ലെ കുറഞ്ഞു വരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവൻച്വലി ഇറ്റ് സ്റ്റോപ്ഡ്. 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു. വണ്ടികൾ 1 ഇഞ്ച് പോലും അനങ്ങുന്നില്ല. മണി 5 കൂടി വെയിലിനൊരു കുറവുണ്ടായിരുന്നില്ല. യു നോ ദ സൺ ദീസ് ഡേയ്സ്. പോരാത്തതിന് നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വണ്ടികളിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ചൂടും കൂടെ ആയപ്പോൾ ഏതാണ്ട് അടുപ്പിനകത്തിരിക്കുന്ന ഫീലായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു നിവൃത്തിയില്ല. ചുറ്റുമുള്ള വണ്ടികളുടെ ഹോണടികളൊക്കെ നിന്നപ്പോൾ ദൂരെ നിന്നും ഫെയിൻ്റായിട്ടുള്ള കൊട്ടും പാട്ടും ജൈവിളികളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് അക്കാര്യം ഞാൻ ഓർത്തത്. ഏപ്രിൽ 7 ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട്. 3 പാർട്ടിക്കാരും കൂടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഷോഡോ നടത്തുന്ന ടൈം. അതോടെ ആയപ്പോൾ എൻ്റെ ഫ്യൂസ് പോയി. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബേൺ ഇറ്റ് ഓൾ ഡൗൺ. അന്നേരം എൻ്റെ തലയിലൂടെ പോയി ചിന്തകൾ പുറത്തു പറഞ്ഞാൽ ഐ ഗെറ്റ് ഇൻ ട്രബിൾ. അതായിരുന്നു എൻ്റെ അവസ്ഥ. ദെൻ ഐ റിയലൈസ് സംതിങ്. മുന്നിൽ നടക്കുന്നത് കലാശക്കൊട്ടാണെങ്കിൽ വണ്ടികൾ ഇപ്പോഴൊന്നും അനങ്ങാൻ പോണില്ല. ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടി ഞാൻ നടുവൊന്ന് നിവർത്തി. ആൻഡ് ലൈക്ക് ദാറ്റ് ഓൾ ദ നോയ്സ് ഇൻ മൈ ഹെഡ് വാസ് ഗോൺ. കരമന പാലത്തിൻ്റെ ഒത്ത നടുക്കാണ് ഞാൻ നിന്നിരുന്നത് എന്ന കാര്യം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. സൂര്യപ്രകാശം ഇലകൾക്കിടയിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈറ്റ് എഫക്റ്റ് ഉണ്ട്. എ ഡാൻസ് ഓഫ് ഷാഡോസ്. ദ ജാപ്പനീസ് കോൾ ഇറ്റ് കോമറേബി. അന്ന് കരമന പാലത്തിൽ വെച്ച് കോമറേബിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷൻ ഞാൻ കണ്ടു. ബ്രൈറ്റ് ഓറഞ്ച് നിറത്തിലുള്ള സൂര്യപ്രകാശം കരമനാറ്റിൻ്റെ ഓളങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വലിയൊരു മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ എനിക്ക് കാണാമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഡിസോറിയൻറ്റേറ്റിംഗ്ലി ബ്യൂട്ടിഫുൾ. കാറ്റും കൂടെ വീശാൻ തുടങ്ങിയതോടെ ഐ ഫീൽ ഇൻ ടു എ ട്രാൻസ് ലൈക്ക് സ്റ്റേറ്റ്. ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ഡെഡ് ലോക്ക്ഡ് ഹൈവേ ഐ ഡിഡ് ദ മോസ്റ്റ് റാഡിക്കൽ തിങ് പോസിബിൾ. ബൈക്കിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ കമിഴ്ന്നിരുന്ന് ഞാനങ്ങ് ഉറങ്ങി ഫോർ ഓൾമോസ്റ്റ് 20 minutes. വാട്ട് ഹാപ്പൻ ഹിയർ? അന്ന് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയത് ആ റോഡ് ബ്ലോക്കോ ചൂടോ പാർട്ടി അടിമകളുടെ അഹങ്കാരമായിരുന്നില്ല. മറിച്ച് ആ സിറ്റുവേഷനോടുള്ള എൻ്റെ റിയാക്ഷനായിരുന്നു. റിയാലിറ്റിയോടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത ആ നിമിഷം മനസ്സ് ശാന്തമായി. ഐ മേഡ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എ ബാഡ് സിറ്റുവേഷൻ. സംഭവം വളരെ സിമ്പിളായിരുന്നു.